അഡ്വക്കേറ്റ് ശ്രീ പത്മനാഭൻ, നോക്കൂ, അഴിമതി നടന്നിട്ടുണ്ടോ എന്ന് പ്രത്യേക സംഘം അന്വേഷിക്കണം എന്നും കോടതിയുടെ ഭാഗത്തു നിന്ന് നിർദ്ദേശം ഉണ്ടായിരിക്കുന്നു. അഴിമതി നിരോധന നിയമപ്രകാരമുള്ള കുറ്റകൃത്യങ്ങൾ നടന്നോ എന്ന് അന്വേഷിക്കണം. ശബരിമലയിലെ അമൂല്യ വസ്തുക്കൾ പുറത്തേക്ക് കടത്തിയിട്ടുണ്ടോ എന്നും ഹൈക്കോടതിക്ക് സംശയം. അതായത് ഈ സ്വർണ്ണക്കവർച്ചയ്ക്ക് അപ്പുറം അന്വേഷണം ആവശ്യമുണ്ട് എന്ന് പറയാതെ പറഞ്ഞു വെച്ചിരിക്കുകയാണ് ഹൈക്കോടതി. ഇവിടെ നമുക്ക് ഈ നമ്മളീ കാണുന്നതും കേൾക്കുന്നതും മാത്രമാണല്ലോ, അതിനപ്പുറത്തേക്ക് പലതും നടന്നിട്ടുണ്ട് എന്ന് ഹൈക്കോടതി ചിന്തിക്കണമെങ്കിൽ ആ ദിശയിലേക്കും അന്വേഷണം നീങ്ങണം എന്ന് ഹൈക്കോടതി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനൊരു നിർദ്ദേശം കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ വ്യാപ്തി അത്രത്തോളമായിരിക്കില്ലേ? അല്ല, മൂന്ന് കാര്യങ്ങൾ ഒന്ന് റീവൈൻഡ് ചെയ്യണം പ്ലീസ്. ഒന്ന്, ശബരിമലയിലെ ഈ ചെമ്പുപാളികൾ, അതായത് സ്വർണം പൊതിഞ്ഞ ചെമ്പുപാളികൾ, വിജയ് മല്ലയ്യ സ്വർണം ഫോയിൽ രൂപത്തിൽ കൊണ്ടുവന്ന് പൊതിഞ്ഞ ചെമ്പുപാളികൾ അവിടെ നിന്ന് കൊണ്ടുപോകുമ്പോൾ മഹസറിൽ രേഖപ്പെടുത്തിയത് വെറും ചെമ്പുപാളി എന്നാണ്. കേരള ഹൈക്കോടതി ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ എങ്ങനെ അങ്ങനെ എഴുതുക? ഒന്ന്, അപ്പോൾ എന്താണ് കൊടുത്തയച്ചത്? ചെമ്പുപാളിയാണ്, സ്വർണം പൊതിഞ്ഞ ചെമ്പുപാളിയല്ല. അപ്പോൾ അത് ഉദ്യോഗസ്ഥന്മാരുടെ അറിവോടെ നടന്നതാണ്. ഒന്ന്. രണ്ട്, തിരിച്ചു കൊണ്ടുവന്നപ്പോൾ 4 ചില്ലുവാനം കിലോ കുറഞ്ഞിട്ടുണ്ട്. 4 ചില്ലുവാനം കിലോ കുറഞ്ഞിട്ടുണ്ട്. ശരി, അത് കഴിഞ്ഞു. ഇതേ വ്യക്തിക്ക് 6 വർഷങ്ങൾക്ക് ശേഷം എന്തിനെടുത്തു കൊടുത്തു? ഇതേ വ്യക്തിക്ക് ഞാൻ ചോദിക്കട്ടെ, ഒരു ശബരിമലയിലെ ഒരു വളരെ വിലപിടിപ്പുള്ള വസ്തു ഒരു വ്യക്തിക്ക് തെറ്റായ രീതിയിലോ ശരിയായ രീതിയിലോ റിപ്പയർ ചെയ്യാൻ എടുത്തു കൊടുത്തിട്ട് അങ്ങനെ അത് തിരിച്ചു കൊണ്ടുവരുമ്പോൾ 4.5 കിലോ കുറഞ്ഞാൽ അത് ദേവസ്വം ബോർഡ് അറിയണ്ടേ? റിപ്പോർട്ട് ചെയ്യണ്ടേ? ദേവസ്വം ബോർഡ് അറിയണം, ദേവസ്വം ബോർഡ് മന്ത്രി അറിയണം, ഇത് എല്ലാവരും അറിയണം. കാരണം ഇതൊരു വലിയ വിഷയം. ഇപ്പം മൂന്നാറിൽ ടാക്സിക്കാർ ഒരു കേരളത്തിന് പുറത്തു വന്ന സ്ത്രീയെ ഉപദ്രവിച്ചു എന്നുള്ള വാർത്ത അറിഞ്ഞപ്പോൾ അത് ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രി ഇടപെട്ടിരിക്കുന്നു. അപ്പോൾ ശബരിമലയിൽ ഇത്രയും കോടാനുകോടി ഭക്തന്മാർ വരുന്ന ശബരിമലയിലെ ഒരു വിലപിടിപ്പുള്ള വസ്തുവിൽ തൂക്കത്തിൽ മാറ്റം വന്നപ്പോൾ അത് അറിഞ്ഞിട്ടില്ല എന്ന് നമ്മൾ വിശ്വസിക്കണോ? ഇനി അതേ വ്യക്തിക്ക് 6 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും എടുത്തു കൊടുക്കുന്നു. അത് ദേവസ്വം ബോർഡ് അറിയേണ്ടതാണോ? അവിടെയാണ് ഈ മിനിറ്റ്സിൽ കൃത്രിമം വരുന്നത്. മിനിറ്റ്സിൽ ക്രമപ്രകാരം വെക്കാതെ വരുന്നതിൻ്റെ പിന്നിലെ രഹസ്യം എന്താണ്? നേരത്തെ ഒരു തട്ടിപ്പ് നടന്നിട്ടുണ്ട്. ആ തട്ടിപ്പിനെ ഇപ്പോൾ ഒരു ഉദാഹരണം പറയട്ടെ. ഇപ്പോൾ ഇയാൾ രണ്ടാമത് കൊണ്ടുപോയിട്ട് അത് 42 കിലോ ആക്കി തിരിച്ചു കൊണ്ടുവന്നാൽ പഴയ കേസ് നിൽക്കൂല. അന്നത്തെ തൂക്കം നോക്കിയപ്പോൾ തെറ്റിപ്പോയതാന്ന് പറയാം. ആ തെറ്റ് തിരുത്താനുള്ളൊരു അവസരമാണ് രണ്ടാമത് അയാളുടെ കയ്യിൽ തന്നെ ഇത് എടുത്തു കൊടുത്തത്. അതായത് പണ്ട് 4.5 കിലോ കുറച്ചത് വേണമെങ്കിൽ അയാൾക്ക് ചെമ്പിൻ്റെ അളവ് ലേശം കൂട്ടിയിട്ട് ആ 4.5 കിലോ കൂട്ടി അവിടെ കൊണ്ട് വെക്കാം. അപ്പോൾ എന്താവും? പണ്ടത്തെ തൂക്കത്തിലെ മാറ്റം അപ്രസക്തമാവും. അപ്പോൾ അതിനു വേണ്ടിയാണ് ഇയാളുടെ തന്നെ വീണ്ടും എടുത്തു കൊടുത്തത്. അതാണ് ഒരു ഭക്തൻ കോടതിയിൽ പോയത്. അപ്പോൾ നോക്കൂ, ഒരു കണ്ണികളുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഈ വ്യക്തിയെ അവിടെ പരിപാലിച്ചത് ആരാണ്? അപ്പോൾ അവിടെയാണ് വാസു എന്ന കമ്മ്യൂണിസ്റ്റുകാരൻ, വാസു മാർക്സിസ്റ്റുകാരൻ തന്നെയാണ്, സഖാവ് വാസു തന്നെയാണ്, പത്മകുമാർ. ഇപ്പം ഇവർ പറഞ്ഞ സർക്കാരിനൊന്നും അറിയില്ല എന്ന്. അതാണ് ഞങ്ങളുടെ കേസ്. സർക്കാർ ഈസ് ഗുഡ് ഫോർ നത്തിങ്. സർക്കാരിന് ഒന്നും അറിയില്ല ഒന്നുകിൽ, അല്ലെങ്കിലോ എല്ലാം അറിയാം, അറിഞ്ഞുകൊണ്ട് ഇതിൽ കമ്മീഷൻ കൈപ്പറ്റിയിട്ടുണ്ടാവും. ഒന്നുകിൽ യു ആർ ഗുഡ് ഫോർ നത്തിങ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കമ്മീഷൻ കിട്ടിയിട്ടുണ്ട്. അല്ലാണ്ട് ഇത് സംഭവിക്കില്ല. അപ്പോൾ ഇതാണ് അതുകൊണ്ടാണ് ഹൈക്കോടതി പറയുന്നത് ഇതിൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കും അതിന് മേലോട്ടുള്ള പൊതുപ്രവർത്തക അഴിമതി നിരോധന നിയമത്തിൻ്റെ പരിധിയിൽ വരുന്ന ആളുകൾക്കും ഇതിൽ ഉത്തരവാദിത്തമുണ്ടെന്ന്. ഹൈക്കോടതി കണ്ണുവെക്കുന്നത് മുകളിലേക്കാണ്. ഹൈക്കോടതി പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് ഇൻവോക്ക് ചെയ്യണമെന്ന് സൂചിപ്പിക്കുമ്പോൾ കണ്ണുവെക്കുന്നത് മുകളിലേക്കാണ് ഇത് പോകുന്നത്. പിന്നെ ഇവിടെ ഇപ്പോൾ പറഞ്ഞു ഇൻ ക്യാമറ പ്രൊസീഡിങ്സാണ്. ഇൻ ക്യാമറ പ്രൊസീഡിങ്സിൻ്റെ ഒരു ഗുണമുണ്ട്. നമ്മൾ ദോഷം ഒക്കെ പറയുമ്പോൾ ഒരു ഗുണമുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും അവിടെ സമൺ ചെയ്തിട്ടുണ്ടെങ്കിൽ, അവർ ഹാജരായിട്ടുണ്ടെങ്കിൽ, SITയുടെ തലവൻ അവിടെ അദ്ദേഹത്തിന് മടി കൂടാതെ, ഭയം കൂടാതെ അദ്ദേഹത്തിന് പറയാനുള്ളത് ഹൈക്കോടതിയോട് പറയാം. ഓപ്പൺ കോർട്ടാകുമ്പോൾ അയാൾ അവിടെ പറയുന്നത് നാളെ പത്രത്തിൽ വരും, നാട്ടുകാർ മുഴുവൻ അറിയും.
അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഉള്ളിലുള്ള ഇൻവോൾവ്മെൻ്റ് ഉണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന് ധൈര്യത്തോടെ പറയാനുള്ളൊരു അവസരമാണ് ഒരു ഇൻ ക്യാമറ. അതിന് അങ്ങനത്തെ ഒരു ഗുണമുണ്ട്, അതിന് ദോഷം മാത്രമല്ല അതിന് ഗുണമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. തുറന്ന് പറയാം ഹൈക്കോടതി ഇതാ ഇവർക്കൊക്കെ പങ്കുണ്ട്, ഇവരൊക്കെ സംശയിക്കുന്നുണ്ട് എന്ന്. അങ്ങനെ വല്ലതും പറഞ്ഞതുകൊണ്ടാണോ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് ഇൻവോക്ക് ചെയ്യണമെന്ന് ഹൈക്കോടതി പറഞ്ഞെന്ന് സംശയിക്കുന്നുണ്ട് ഞാൻ. കാരണം എന്തോ ഒരു സൂചന ഹൈക്കോടതി കിട്ടിക്ക് മുകളിലുള്ള ആൾക്കാർക്കും പങ്കുണ്ടെന്ന്. അപ്പോൾ ഗവൺമെൻറ് ഒന്നും അറിയില്ല, ഗവൺമെൻറ്റിന് ഒരൊന്നും അല്ല. ഐദർ യു ആർ ഗുഡ് ഫോർ നത്തിങ് ഓർ യു നോ എവറിത്തിങ്. ഒന്നുകിൽ നിങ്ങൾക്ക് എല്ലാം അറിയാം, അല്ലെങ്കിൽ നിങ്ങൾ ഈ പണിക്ക് കൊള്ളൂല. അപ്പോൾ ഇവിടെ നഷ്ടം പറ്റിയിരിക്കുന്നത് വിശ്വാസികൾക്കാണ്. ഈ വിശ്വാസികളെ നിങ്ങൾ 2 തവണ നേരത്തെ വേദനിപ്പിച്ചിട്ടുണ്ട്. ഒന്ന് സുപ്രീം കോടതിയുടെ വിധിയും പറഞ്ഞിട്ട് കണ്ട ആക്ടിവിസ്റ്റുകളെ കയറ്റാൻ പോലീസിനെ സഹായത്തോടെ കയറ്റി, അന്ന് നിങ്ങൾ വിശ്വാസികളെ വേദനിപ്പിച്ചു. പിന്നെ സനാതനധർമ്മം ഡെങ്കുവാണ്, മലേറിയയാണ്, അതിനെ ഇറാഡിക്കേറ്റ് ചെയ്യണം, ഉന്മൂലനം ചെയ്യണമെന്ന് പറയുന്ന DMK കാരനെ കൊണ്ട് അയ്യപ്പ സംഗമം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. ഇതാണ് നിങ്ങൾ 2 തവണ ഈ വിശ്വാസികളെ വികാരം വ്രണപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ഇരിക്കുന്ന മിനിറ്റ്സ് ബുക്കിൽ തിരുത്തുണ്ടെന്ന്. ക്രമമല്ല, ഇപ്പോഴത്തെ പ്രസിഡന്റിൻ്റെ കാലാവധിക്ക് ആ കാലഘട്ടത്തിൽ രേഖപ്പെടുത്തിയ മിനിറ്റ്സിലും ക്രമക്കേടുണ്ടെന്ന്. അത് ക്രമപ്രകാരമല്ല എന്ന് പറഞ്ഞാൽ ക്രമക്കേടാണ്. ക്രമം തെറ്റിക്കുമ്പോൾ അത് ക്രമക്കേടാവും. അപ്പോൾ ഇയാളെ ഇനിയിപ്പോൾ രണ്ടാമത് തുടരാൻ അനുവദിക്കുക, ഇയാളെ വീണ്ടും തുടരാൻ അനുവദിക്കുക. എന്ത് വകയിൽ? ഇത്രയും കുഴപ്പങ്ങൾ ഉണ്ടാക്കിയിട്ട് ഈ പ്രശ്നം മുഴുവൻ ഉണ്ടാക്കിയ ആളുകളാണ് അവരൊന്നും ഇനി ശബരിമലയെ കയറ്റിപ്പോരുത്, പമ്പയ്ക്ക് അപ്പുറം കടത്തിപ്പോരുത്. വിശ്വാസി എന്ന നിലയിൽ ഇരുമുടി കെട്ടുമായി വേണേൽ വന്ന് തൊഴുതു പൊക്കോട്ടെ. പക്ഷേ മറ്റൊരാവശ്യത്തിന് അവിടെ അടുപ്പിക്കാൻ പാടില്ലാത്ത ഗുരുതരമായ വീഴ്ച ചെയ്ത ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് ഹൈക്കോടതിയുടെ നിരീക്ഷണം കറക്റ്റാണ്, മുകളിലേക്കാണ് പോകുന്നത് എന്ന് നമ്മളിപ്പോൾ മനസ്സിലാക്കണം, അല്ലെങ്കിൽ നമ്മൾ ഊഹിക്കണം. അതിനപ്പുറം നമ്മളൊരു നിഗമനത്തിലെത്തുന്നതിൽ ശരിയല്ല എന്നുള്ള പക്ഷക്കാരനാണ് ഞാൻ. കാരണം ഹൈക്കോടതി എന്താണ് മനസ്സിൽ കണ്ടത് നമുക്ക് കൃത്യമായിട്ട് അറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ വിഷയത്തിൽ മുകളിലുള്ളവർക്ക് പങ്കുണ്ട്. മുകളിലുള്ളവർ അറിയാതെ, അവരുടെ സമ്മതമില്ലാതെ ഇതൊന്നും അവിടെ നടക്കൂല.